പട്ടാമ്പി നേർച്ച അടിപൊളിയല്ലേ? എനിക്ക് ഫുഡ് ചാലഞ്ചസിൽ പങ്കെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് അധികം ഇല്ല ഫുഡ് ചാലഞ്ചസ് ഒക്കെ. കണ്ടാ ദിലീപും പട്ടിയും വേടന്റെ ഒരു പാട്ടിലൊക്കെ ഉണ്ട് ഇത്. പട്ടാമ്പിലെ നല്ല നല്ല കാര്യങ്ങള് നമ്മുടെ പൂരത്തിന്റെ. ഞാൻ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത് പട്ടാമ്പി പൂരം നിറച്ച കാര്യങ്ങളൊക്കെ. പട്ടാമ്പി നിന്നുകൊണ്ട് ഈ ഭൂരിഭാഗം സ്ഥലത്തുള്ള ഒരുമിച്ച് എത്ര പൂരത്തിന് പോയി, ഇഷ്ടംപോലെ പൂരത്തിന് പോയി. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഇതിനെ കുറിച്ച് ഇത്രയും അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതൊക്കെ. പട്ടാമ്പി നേർച്ച അടിപൊളിയല്ലേ? എല്ലാം നല്ല എവിടെ മറ്റേ നമ്മളെ വാണിയം കുട്ടനാട് ചാലശ്ശേരി അല്ലടാ ഫസ്റ്റ് പൂരം കളി എന്നിട്ട് കിട്ടിയ അതുപോലെ വേറെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ നേരത്തെ എക്സിബിഷൻ നടന്നല്ലോ. നേരത്തെ എക്സിബിഷൻ നടന്നപ്പോ ഒരു ഫുട്ബോൾ അറിയാം. അപ്പൊ ഗ്ലാസോ മൊന്തേ എന്തുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക, അത് എറിഞ്ഞ് വീഴ്ത്തണം. അപ്പൊ എല്ലാവർക്കും കാണാൻ എറിയണമെന്നുണ്ട്, പക്ഷെ ആരും എറിയില്ല. അപ്പൊ ചങ്ക് പറഞ്ഞു ഞാൻ എറിയാറ്, ഞാൻ എറിയാറുടെ ബോൾ ഫുട്ബോളാ. ഭയങ്കരത്തില് ഒറ്റ എറിഞ്ഞു തീർന്നു. ആ എറിഞ്ഞ ബോൾ അതേപോലെ വന്നിട്ട് നേരെ മോത്തി പിടിച്ചു. വീഡിയോന്റെ തെളിവണ്ടി കൊണ്ടു വീഡിയോ തെളിവ് കള്ളം പറഞ്ഞോ. ഞാനും ഡോക്ടർ നമ്മളെ എന്തുഞ്ഞാലുണ്ടായിരുന്നില്ലേ, ഡോക്ടർ ചക്കര അങ്ങനെ കറങ്ങണം. എന്താ പറയാ, അത് പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റയില്. നിന്നെ ടാഗ് ചെയ്തിരുന്നല്ലോ അല്ലേ? നിന്നെ ടാഗ് ചെയ്തു. വലിയൊരു ആഗ്രഹം എൻ്റെ വലിയൊരു ആഗ്രഹം എന്തായിരുന്നു, എനിക്ക് ഫുഡ് ചാലഞ്ചസിൽ പങ്കെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അധികം ഇല്ല ഫുഡ് ചാലഞ്ചസ് ഒക്കെ. ഈ പറഞ്ഞ പോലെ യൂറോപ്പിലും US-ലൊക്കെ കൂടുതലുള്ള അവിടെയൊക്കെ പോയി. ചാലഞ്ച് മാത്രല്ല, ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ എടുത്ത ബൊഫേ സൗകര്യം ഉണ്ടാവും. ബഫേ ഉണ്ട്, അത് നമ്മുടെ നാട്ടില് കുറവാ. കോമ്പറ്റീഷൻ അല്ല എപ്പോഴും ആൾക്കാർക്ക് ത്രില്ലടിപ്പിക്കുക. അപ്പം ഫുഡ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്ര പോർഷൻ സാധനം അല്ലെങ്കിൽ ഇത്ര സാധനം ഇത്ര നേരത്തിനുള്ളിൽ തിന്ന് തീർക്കണം. അപ്പം അവരുടെ ഹോൾ ഓഫ് ഫെയിം എന്നൊക്കെ പറഞ്ഞൊരു ഭിത്തിയിലൊക്കെ എഴുതി പേരും കാര്യങ്ങളൊക്കെ. കൊച്ചിയിലൊക്കെ ഉണ്ടാവാറില്ല, അന്ന് പോയിട്ടുണ്ടാവില്ല ഡോക്ടർ? കൊച്ചിയില് ഉണ്ടാക്കി ചെറിയ പരിപാടിയൊക്കെ ബൊഫേനെ പോയിട്ട് ഓർമ്മയുണ്ടല്ലോ? ഉണ്ടായിട്ടില്ല. എന്നോട് പറഞ്ഞല്ലോ നമുക്ക് ബൊഫേ പരിപാടി പോകണം പറഞ്ഞു. 2000 അങ്ങനെ ബഫേ പരിപാടി ഉണ്ട്. അത് മറ്റേ ഗ്രാൻഡ് ഹാറ്റ് നോമ്പ് തുറ പരിപാടിയൊക്കെ അല്ലേ? അല്ല, അപ്പൊ ഡോക്ടർ ഒരുപാട് സ്ഥലത്ത് പോയതല്ലേ, ഏത് നാട്ടിൽ ഫുഡാ കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളത്? താല്പര്യം കണ്ടുള്ള നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെ അടിപൊളി. ഹോട്ട്സ്പോട്ട് കഴിച്ചിട്ടുണ്ടോ? ഹോട്ട്സ്പോട്ടോ? നമ്മള് ഹോട്ട്സ്പോട്ട് അല്ലടാ അത്. ഹോട്ട്സ്പോട്ട് എന്നല്ല അതിന് പറയാം. നീ വെള്ളത്തിൽ മുക്കി ചൂടുവെള്ളത്തിൽ മുക്കി അതിന് എന്റെ ബ്രദർ ഈ അടുത്ത് ഇപ്പം കഴിഞ്ഞ മാസം കൊണ്ടുപോയതേ ഉള്ളൂ. അതിന് എന്താ പറയാ, ഹോട്ട്പോട്ട് എന്ന് പറയും. ഹോട്ട്സ്പോട്ട് അല്ല സാറേ, ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വൈഫൈ അപ്പൊ ഷാബു എന്ന് പറയും ചില. അത് ഇങ്ങനെ മീറ്റ്, പലതരം മീറ്റുകളുണ്ട്. അതിന്റെ ഫോട്ടോ എന്റെ ഉണ്ട്, നല്ല രസമാണ്. ഹോട്ട്പോട്ട്. അപ്പൊ ബേസിക്കലി തിളച്ച വെള്ളത്തില് ഫ്ലേവർ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി, നമുക്ക് ഏത് ഫ്ലേവർ ആണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അതില് ഈ ബീഫിന്റെ ഇറച്ചി, ചിക്കന്റെ കൊഞ്ച്, അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഇത്ര സെക്കൻഡ് 10 സെക്കൻഡ് ഇട്ടിട്ട് എടുത്തിട്ട് കഴിക്കാം. അപ്പൊ 10 സെക്കൻഡിൽ അത് കുക്കാവും. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങൾ ആദ്യമായിട്ടില്ലേക്കുന്നു അല്ലേ? ആണോ അല്ലേ? അറിയാത്തൊരു കാര്യം ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി തരും. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ലല്ല, ഹോട്ട്സ്പോട്ട് പറഞ്ഞ മനസ്സിലാക്കി, ഹോട്ട്സ്പോട്ട് പറഞ്ഞ മനസ്സിലാക്കി. ഹോട്ട്സ്പോട്ട് ചെയ്തിട്ടില്ല. ഹോട്ട്സ്പോട്ട് ഫോണിന്റെ ഹോട്ട്സ്പോട്ട് കാട്ടുന്ന കാര്യമുള്ളത്.
അല്ല നീ അവൻ പറഞ്ഞപ്പം അതിൽ നിന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? നിനക്ക് അറിയാമെങ്കിൽ നിനക്ക് മനസ്സിലാവും. ആർക്ക് മനസ്സിലായില്ല? അല്ലാതെ ഹോട്ട് പോട്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞപ്പോ ആൾക്ക് മനസ്സിലായില്ല. കാരണം എന്താ? കുറച്ച് കഴിഞ്ഞല്ലോ ഇത് പറ. അടുത്തെന്താ ഇതിലെന്തോ ഫുഡിന്റെ ഇതൊക്കെ ഉണ്ട്. ഫുഡ് റിലേറ്റഡ് നമുക്ക് സംസാരിക്കണേ. ഓക്കെ അപ്പൊ ഇതിൽ ഞങ്ങൾ ഒരു ചിത്രം കാണിക്കും. അത് ഡോക്ടർ ഏത് ഫുഡാന്ന് പറയണം. ഓക്കെ ഞാൻ മാനറച്ചിയോ ഈ ഇത് ബിയർ ഫയർ അല്ല ഇതോട് ഇത് കാട്ടി മലയാളം പറ. മലയാളത്തിൽ മലയാളം ഇത് കാട്ടി മറ്റേ സാധനം മന്തി മന്തി ആ മന്തി, മന്തി, മന്തി. പാസ് ചെയ്യണ്ടേ ഓ അങ്ങനെ മന്തി, മന്തി, മന്തി ആ, മന്തി. അങ്ങനെ ഇനി അടുത്തത് ആ ഞാൻ പറയണ്ടേ? ഫുഡ് 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 റിലേറ്റഡ്. ഷവായി ഷവായി ആണോ? ഷവർ ഷട്ട ഇപ്പൊ നമ്മള് ഷവർ അല്ലേ? ഷവർ ഷവർ ഷവർമ ഷവർ മാ എവിടെ? മാ എന്തിനാ? ഷവർ ഇത് സംഭവം ഉപമിക്കലാണല്ലോ. അപ്പം ഈ ഷവറിന്റെ ഉണ്ട്. മാ എവിടെ? ഊഹിക്കണം. അങ്ങനെ മനസ്സിലായി. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് ആ ലെവലിലോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ മതി. ഇവന്റെ ലെവലിൽ ചിന്തിച്ച് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് നാക്ക് പകരി പറ്റിരിക്കുന്നുണ്ട്. ഇതെന്താ കണ്ടാ? ഇതെന്താ അത് കുറയില്ലല്ലോ. ഇത് മോമോസ് ആയിരിക്കും അല്ല? മോമോസ് അല്ല. എന്നാ പാസ്. എന്നാ മോ ചീറ്റപ്പുരി മോപ്പുരി മൗഗിളിയാ? ഞാൻ പറയട്ടെ, ചിന്തിക്കട്ടെ. അല്ല ഇപ്പം ചീറ്റപ്പുരി ചാടുന്നതാണല്ലോ. മൊജീറ്റോയോ? സംഭവം വെച്ചാലേ നിങ്ങൾ നേരത്തെ ഷവർമ അങ്ങനെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഏതെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ടി വരാണ്ട് ആ ഒരു രീതി ചിന്തിച്ചപ്പോ ടഫോ നമുക്ക്. ഓ CID മൂസ, ദിലീപും പട്ടിയും. സ്നാക്സ് ആണ്. സ്നാക്സ് നമ്മുടെ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാവും. അല്ല ഇത് അതല്ല, വിഷുവിനൊക്കെ ഉണ്ടാവും സമൂസ. മൂസ സമൂസ പടക്കത്തിന്റെ ഷേപ്പ്. ടഫായ ചോദ്യം ഞാൻ വിചാരിക്കുന്നു. നമ്മള് 300 പടവും ഓട്ടയും ഡോണറ്റ്. നോക്കണ്ട. അങ്ങനെയല്ല ഉഴുന്നുവട. ഉഴുന്നുവടല്ല. അല്ല ഈ ഓട്ട എന്താ? തടി കഷ്ണത്തിന് അത് ഓട്ടയാണ്. ഓട്ടപ്പത്തിരിയാ? ഓട്ട മോളില് ഇതെന്താണ്? യുദ്ധം. യുദ്ധത്തിന് വേറെന്താ പറയാ? യുദ്ധത്തിന് വേറെന്താ പറയാ? അല്ല ഇത് ഇംഗ്ലീഷ് അല്ലേ? അല്ല മലയാളത്തില് യുദ്ധത്തിന് എന്താ പറയാ? യുദ്ധം വേടന്റെ ഒരു പാട്ടിലൊക്കെ ഉണ്ട്. ആണോ? വേടന്റെ എന്താ ഉള്ളേ? അയ്യേ പൊറോട്ടയാണോ? മനസ്സിലായി. നല്ല ഇട്ടിട്ട് ട്രോള് കിട്ടുന്നൊക്കെ എന്നൊക്കെ ഒരു ചെയറിലാക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അടുത്തത് ഐസ് മുട്ടയോ? ഐസ് പത. ഐസ് പതേ? വേറെ സംഭവമാണ്. ഐസ് പോളയോ? എന്താ ഐസ് തന്നെ? അത് ഐസ് അല്ലേ? പക്ഷെ ഐസിന്റെ മലയാളമാണോ? അല്ലല്ലോ. തണുത്ത നിങ്ങളുടെ സൺ ടിവിയിൽ തണുത്ത തന്ത. ഇത് പല്ല് കുറച്ച് കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ തന്നെ കഴിക്കുക. അത് പല്ല് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കഴിക്കുക.
ഐസ് തരണ്ടേ? സാധാരണ പല്ല് കുറച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനോട് എന്താ പറയാറ്? നമ്മള് തണുത്ത കഴിക്കാൻ പറയും. എന്താണ് തരുന്നത്? ഷെയ്ക്കാ. എന്തായിട്ട് എന്താ കാണുന്നത്? അത് പത. അതൊക്കെ വേറെ പേര് അത് ഇംഗ്ലീഷ് അല്ലേ? പതക്ക് വേറെന്താ പേര്? നിങ്ങളുടെ ലെവലിലേക്ക് താഴൂ. താഴത്തെ എന്താ കാണുന്നത്? ഐസ് ചുരണ്ടി, വീണ്ടും ചുരണ്ടി. ഞാൻ ചിന്തിക്കട്ടെ. ഐസും പതക്ക് വേറെന്താ വാക്ക്? പത വേണ്ട. ഐസ് ഐസ് കഴിഞ്ഞ ഒരു സ്കൂള് വേണോ? ഐസ് കഴിഞ്ഞ വെള്ളം. എന്താന്നറിയില്ല. ബ്ലൂ വേണോ? ബ്ലൂ വേണോ? ഐസ് അലിഞ്ഞ വെള്ളം. ഐസ് ബ്ലൂ വേണോ? അയ്യ ഐസ്ക്രീം. ക്രീമാന്ന് കണ്ടായും പറയൂ വെള്ളം. എനിക്ക് വേറെന്തൊക്കെയാ പോലെ തോന്നി. എഡിറ്ററെ മാറ്റണം. ക്രീം പോലെ ക്രീം. എളുപ്പമുള്ള ഇട്ട് കൊടുത്താ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായി. പതയുടെ വേറെ വാക്കണം ക്രീം. നോക്കട്ടെ. അവന് ഉറക്കം വരും. എടാ പതയുടെ വേറെ വാക്കെന്താ? ക്രീം. മലയാളത്തില് അതന്നെ. അല്ല പതയ്ക്ക് വേറൊരു പര്യാവചനം. പതയും ക്രീമും എങ്ങനെ താരതമ്യപ്പെടുത്തി? ഇനി നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പറയാം. ഡോക്ടറുടെ ക്ലിനിക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കോമഡികളോ ഔദ്യോഗിക ലൈഫിൽ കോമഡി അല്ല, എപ്പോഴും പെട്ടുപോയിട്ടുണ്ടോ? പെട്ടുപോയിട്ടുള്ളത് കേസ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പെട്ടുപോയിട്ടുള്ളത് യു ജി എന്ന് പറഞ്ഞാൽ BDS കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പിൽ വർക്ക് ചെയ്തപ്പോഴേ പല്ലെടുക്കാനൊക്കെ ഏകദേശം കോൺഫിഡൻ്റ് ആയിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ 2015. അല്ല, ഇപ്പൊ നിങ്ങള് 5 വർഷമല്ലേ ഇതിന്റെ? എങ്ങനെ? അതിൽ ഏത് ഇയർ മുതലാണ് ക്ലിനിക്ക്? 2015 തൊട്ട് തന്നെ കയറി തുടങ്ങി. ഞാൻ ചോദിച്ചതല്ല, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെ അതില്. അത് ഫൈനൽ ഇയർ ആണ്, 4ാമത്തെ വർഷം. 5ാമത്തെ വർഷം ഇന്റേൺഷിപ്പ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ആ സമയം നമ്മൾ വൈകുന്നേരം ചെറിയ ക്ലിനിക്കിൽ പോയി ഇങ്ങനെ കണ്ടു പഠിക്കാനൊക്കെ അങ്ങനെ. പക്ഷെ അപ്പോഴാണ് നമുക്ക് ക്ലിനിക്ക് തന്നെ കിട്ടിയത്. അങ്ങനെ അവരുടെ കൂടെ ക്ലിനിക്ക് ചുമ്മാ ക്ലിനിക്കത്തെ കാര്യം പറയും. അപ്പോൾ 1, 2, 3 പേഷ്യൻ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് വർഷമായിട്ട് അപ്പം അങ്ങനെ അതേ ക്ലിനിക്കിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പം നമുക്ക് പറയുന്ന പോലെ ഓരോ പുതിയ കേസുകൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ വീണ്ടും പഠിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുക. ഒരു പേഷ്യൻ്റ്, ഒരു ലേഡി പേഷ്യൻ്റ്, ഒരു 35 വയസ്സ് 40 വയസ്സ് പേഷ്യൻ്റ് പല്ലെടുക്കാൻ വന്നു. അപ്പം അവസാനത്തെ മേളത്തെ പല്ല. അപ്പം അത് കണ്ടപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ തരിപ്പിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് എടുത്തു തുടങ്ങി. അപ്പം കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഈ ആദ്യം പല്ലെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് പല്ലിനെ ഒന്ന് ഇളക്കുന്നത് നമ്മൾ ഈ എലവേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ്. അപ്പോൾ ഈ എലവേറ്റർ എടുത്തിട്ട് ഞാൻ വെക്കാൻ പാടില്ലാത്തൊരു പൊസിഷനിൽ വെച്ചിട്ട് ഇളക്കി. അപ്പം ഈ എലവേറ്റർ തെന്നി പുള്ളിക്കാരിയുടെ ആ ലാസ്റ്റ് പല്ലിൻ്റെ പുറകിലുള്ള എല്ല് തുളഞ്ഞ് ഉള്ളിലോട്ട് കയറി. സൈനസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മേളിൽ. അപ്പോൾ ഈ സൈനസ് എന്ന് പറഞ്ഞൊരു എയർ ഫീൽഡ് ക്യാവിറ്റി. അപ്പോൾ ഈ എയർ ഫീൽഡ് ക്യാവിറ്റിയിലോട്ട് ഈ എലവേറ്റർ കുത്തി കയറി, സ്റ്റക്കായി. അപ്പോൾ കുത്തി കയറിയത് എനിക്ക് മനസ്സിലായി, കാരണം എലവേറ്റർ നല്ല ഉള്ളിലോട്ട് പോയി, മനസ്സിലായി. അപ്പോൾ എല്ല് പൊട്ടിയതും സൗണ്ട് കേട്ടു, അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഞാനത് ഊരി എടുത്തപ്പോഴത്തേക്കും ഒരു സൗണ്ട് കേട്ടു, ഈ എയർ കയറി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ സൈനസിൽ എപ്പോഴും സൈനസ് പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൈനസിലൊരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മുഖം വീർക്കും. ഒരു 5 സെക്കൻഡ് കൊണ്ട് മുഖം ബലൂൺ വീർക്കുന്ന പോലെ ഇങ്ങനെ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് വീർത്തു. അപ്പോൾ ഒരു വിറയലുള്ളിൽ കൂടെ പോയി. അതൊരു പേടി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ അവർ ആദ്യം നോക്കുക വേരിൻ്റെ ഭാഗം വല്ലതും പൊട്ടി സൈനസിനകത്ത് കയറിപ്പോയാൽ. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കണം സർജറിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ ഭാഗ്യത്തിന് അങ്ങനെ പോയിട്ടില്ലായിരുന്നു. പിന്നെ സ്വിച്ച് ചെയ്തിട്ട് ഈ സൈനസ് മെമ്പർ പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം തൊട്ട് 9 മാസം വരെ എടുക്കും അത് റെഡിയാവാൻ, മനസ്സിലായി. സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ, സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീർത്തൊക്കെ ഒരു 2 ആഴ്ച കൊണ്ട് പോകും. പക്ഷേ സൈനസ് മെംബ്രെയിൻ മൊത്തത്തിൽ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 9 മാസത്തോളം എടുക്കും. അങ്ങനെ സൈനസ് മെംബ്രെയിനാണ് നമ്മുടെ
പല കാര്യങ്ങളും, ബോഡിയുടെ ബാലൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സൈനസ് മെമ്പർ. എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമ്മുടെ നമ്മുടെ ഈ കവിളില്ലേ, ഈ കവിളിൻ്റെ ഉള്ളിൽ ഒരു എയർഫീൽഡ് ക്യാവിറ്റിയാണ്. അങ്ങനെ അത് മൂക്കിൻ്റെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അങ്ങനെ എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ? അല്ല, അവർ ആക്ച്വലി സത്യം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത്, പക്ഷെ അവർ ടെൻഷൻ അടിച്ചു. അവരുടെ ടെൻഷൻ എനിക്ക് മുഖത്ത് കാണാമായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ കൂടെ നിന്ന് എല്ലാം ശരിയായി കണ്ടപ്പോഴത്തേക്കും ഇതായി. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാക്കണം എന്നുള്ളത് പഠിച്ചു അവിടെ നിന്ന്. അങ്ങനെ അപ്പോൾ തുടക്കത്തിൽ നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് പഠിക്കും ഓരോന്ന്. അവർ വീഡിയോ കാണുമോ? വീഡിയോ കാണുമോ? ചാൻസ് കുറവാണ്. ഇതേപോലെ നമുക്കൊരു വള്ളി കേസിന്റെ ഓർമ്മ. ഇങ്ങനെ നിന്റെ ആളോ? അല്ലേ, നമുക്ക് ഇവിടെ ഒരു വള്ളി കേസിന്റെ ഓർമ്മ. അതന്നെ നിന്റെ ആളോ? മറ്റേ വാ തുറക്കാൻ പറ്റാ, അത് നമ്മുടെ ഭാഗത്തല്ലല്ലോ. നമ്മളെ ഭാഗത്തല്ല, ഇതേപോലെ നമ്മളെ അടങ്ങറാക്കി അങ്ങനൊരു കേസ്. അത് അവൻ എന്താ പറയാ ശംഭു സാധനമൊക്കെ ഉപയോഗിച്ചിരുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ പുള്ളിയുടെ എന്താ പറയുക വാ ലോക്കായിപ്പോൾ. ലോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയം ലോക്ക് ജോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അധികം തുറക്കാൻ പറ്റത്തില്ല. അപ്പം പുള്ളി എന്തോ അപ്പുറത്തെ ക്ലിനിക്കിൽ പോയിട്ട് അവർ തുറക്കാൻ നോക്കി, ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തുറക്കാൻ നോക്കി, അപ്പോൾ കീറിപ്പോയി. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തേക്കല്ലല്ലോ വരുന്നത് ആണോ? വരാം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അതൊക്കെ മരുന്ന് വെച്ച് മാനേജ് ചെയ്യാം, സർജിക്കലി മാനേജ് ചെയ്യാം. പക്ഷേ തുടക്കം നമ്മൾ മരുന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ മാനേജ് ചെയ്യാം. അങ്ങനെയല്ലടാ, ആ പ്രശ്നമായിട്ട് വന്നതല്ല. ഇവിടെ വന്ന് പല്ല് പറിച്ചു പോയതിനു ശേഷം 2 മാസത്തിന് ശേഷമാണ് പുള്ളി വരുന്നത്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വേറെ 2 ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പം വേറെ 2 ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളി തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും വേദന മാറിയില്ല. തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ കീറിയിട്ട് ഫുള്ള് രക്തം ഒലിച്ചുള്ളിൽ വന്നിട്ട് ഒരു ദിവസം പുള്ളി ഹോസ്പിറ്റലിൽ പോയി ഫുള്ള് റെഡിയാക്കിയിട്ടതിന് ശേഷമാണ് ഇവിടെ വന്നത്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അന്ന് ചെയ്തില്ലേ. അപ്പം ഞാനിങ്ങനെ പുള്ളി വിളിച്ചിട്ട് നമ്മൾ കാത്തിരിക്കുക, കാരണം നമ്മൾ പല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായി. മാത്രമല്ല ഒരു 32 വയസ്സുള്ള ഒരു ചങ്ങയാണ്. പുള്ളിയുടെ പല്ല് ആടുന്ന കേസായിട്ടാണ് വന്നത്, ഫ്രണ്ടിലത്തെ പല്ല് ആടുന്ന 32 വയസ്സുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. കാരണം ഈ പറഞ്ഞ പോലെ പുള്ളി ഹെൽത്തി ആയിരുന്നു, പുള്ളി ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാബിറ്റ്സ് ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെ ശ്രദ്ധിക്കാതെ ഉണ്ടായ പ്രശ്നമാണ് ആക്ച്വലി. അത് റെഡിയായിട്ട് അവസാനം നമ്മുടെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവരുടെ ബ്രദർ 2 പേര് ഇടയ്ക്ക് കയറി വന്നിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളി പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് അങ്ങനെ വലിയ എന്താ പറയുക കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത കൂട്ടത്തിലായതുകൊണ്ട് പുള്ളി ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഒരു സംശയത്തിൻ്റെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ആർക്കും തോന്നാമല്ലോ ഈ സംശയം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ടെൻഷൻ വരും. ടെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പം നമ്മൾ ചോദിക്കുന്ന രീതി മാറിപ്പോവും, ചിലപ്പം ദേഷ്യത്തിലായിരിക്കും, ചിലപ്പോൾ അങ്ങനെ. പക്ഷെ നമ്മളെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പറ എടുത്തു പറ. അവിടുന്ന് ആ പ്രദേശത്ത് ഒരാൾ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട്, റൂട്ട് കനാലോ? റൂട്ട് കനാലല്ല, പിന്നെ ആ ഒരു സമയത്ത് റൂം എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഓർമ്മയില്ലേ? അത് തന്നെയാണ് റൂട്ട് കനാൽ, പല്ല് പൊട്ടിച്ചിട്ട് വന്ന്. അതന്നെ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ പല്ല് പൊട്ടിച്ച് വന്നു. അപ്പോൾ ഞാൻ എക്സ്റേ എടുത്ത് കൊടുത്തത് റൂട്ട് കനാൽ ചെയ്ത് മുമ്പത്തെയും റൂട്ട് കനാൽ ചെയ്ത ശേഷവും. എന്നിട്ട് ഇത് എടുത്തിട്ട് ആരെടുത്ത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. പിന്നെ പുള്ളി വന്നിട്ടില്ല. കാരണം പുള്ളി വേറെ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമ്മളായിട്ട് പൊട്ടിച്ചത്, അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ചിലവാകും എന്നുള്ളത്. പുള്ളി കാരക്കാട് നല്ലൊരു പുള്ളി. എന്നുവെച്ചാൽ പുള്ളി പറഞ്ഞ പോലെ പുള്ളി വിചാരിച്ചു നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കിട്ടും, കാരണം നമ്മൾ ആണ് തെറ്റുന്നത്. സംഭവം എന്താ, പുള്ളി പല്ല് പൊട്ടിച്ചിട്ട് വന്നതാണ്. പുള്ളിയുടെ പല്ല് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്യാപ്പ് ഇടണം, ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്നു. പക്ഷെ വന്നത് പൊട്ടിക്കണ്ട. അപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പൊട്ടിയത് പോട്ടെ, പ്രശ്നമില്ല, നമുക്കിനി ഒരു പോസ്റ്റ് ഇറക്കിക്കും. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിത്തറ ഉണ്ടാക്കും. പോസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ട ഉണ്ടാക്കിയിട്ട് ആ മണ്ടയുടെ പുറത്ത് ക്യാപ്പിടും. അപ്പം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്, അത് ആദ്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊട്ടിച്ചാൽ അങ്ങനെ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പൊട്ടിച്ച എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതറിയാണ്ട് പൊട്ടിച്ച. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ.
അതൊന്നും പറ്റത്തില്ല, അത് ശരിയാവില്ല, അത് എക്സ്ട്രാ കൊടുക്കണ്ട. അല്ല. അപ്പൊ പുള്ളിക്ക് ആക്ച്വലി അത് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആൾക്കാർ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പൊ 2 മിനിറ്റ് എടുക്കും ആൾക്കാർക്ക് ചിന്തിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ. സ്വർണ്ണപ്പല്ല് വെച്ചെടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളതിൽ വരുന്നതല്ലേ? ആ വരും, ക്യാപ്പ് വെക്കുന്നത്. പക്ഷെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പൊ ആരും അങ്ങനെ ഇടാറില്ലല്ലോ. ഗോൾഡ് പ്ലേറ്റഡ് ക്യാപ്പ് അല്ല, ഗോൾഡിന്റെ ക്യാപ്പും കിട്ടും, പക്ഷെ അതിന് അത്ര ബലം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ഗോൾഡ് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ ചെയ്യാറുണ്ട്. പണ്ട് പ്രൗഢി ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ഗുണ്ടകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതില് കുറച്ച് കൂടുതൽ പൈസ വാങ്ങി നെറ്റിമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ എന്താവില്ല, അതെങ്ങനെയാവുന്നത്? ഇങ്ങനെ സ്റ്റക്ക് ആവണത് എന്തുകൊണ്ടാ? സ്റ്റക്ക് ആവുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ലോക്ക് ജോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് ഇവിടെ ഈ എല്ല് തേയ്മാനം വന്നിട്ട് ഈ എല്ല് തേഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ജോയിന്റാ. ഇപ്പൊ തേഞ്ഞ എല്ല് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ കയറി വാ തുറക്കുമ്പോൾ അടയ്ക്കുമ്പോഴേക്കും കയറി ഇറങ്ങും. അപ്പൊ ആ കയറി ഇറങ്ങുന്നത് തേഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കാവും. അപ്പൊ നമ്മള് താഴ്ത്തി പിടിച്ചിട്ട് ഇട്ട് കൊടുക്കും തിരിച്ച്. അങ്ങനെ ഇല്ലില്ല, ഇവിടെ കുറച്ച് കൂടുതൽ നേരം വാ തുറന്ന് വെച്ച് എത്ര നേരമായി? എല്ലാരും പേടിപ്പിക്കാറിയാതെ. മറ്റേ തൊപ്പി മറ്റേ ഇവിടെ പോയിരുന്നില്ലേ, എവിടെ ശ്മശാനത്തിൽ പോയിരുന്ന ആൾക്കാരെ പേടിപ്പിക്കാറില്ല, അതേപോലെ ഞാനങ്ങനെ പേടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഒരുപാട് ചെല്ലാറില്ല. അല്ല, ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് ചെല്ലാറില്ല. ചെന്ന് കഴിഞ്ഞാൽ പേടിക്കാൻ ഒരു ബുദ്ധി ഒരുപാട്. ഞാനൊന്നും ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചു നോക്കാറില്ല. ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും. ഒന്നാമത്തെ അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങാറില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സേഫ് സോണിൽ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാനില്ലടാ, സേഫ് സോണിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന അന്ന് ഞാൻ മാത്രം എൻജോയ് ചെയ്തു. ഡോക്ടറെ ആക്കണം, എല്ലാരും പോയി ട്രിപ്പ് പോയി, ഓരോരുത്തരും ഓരോ മൂലയ്ക്ക്, ഞാൻ മാത്രം എൻജോയ് ചെയ്തത്. അല്ലാതെ വരെ പറയട്ടെ, അല്ലാതെ പറഞ്ഞ സത്യം ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് പോയിട്ടിരുന്നു. വെറുതെ ഇരിക്കും. ഒരാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കാൻ ടൈം, സ്വിമ്മിംഗ് പൂളിൽ ചാടി കളിക്കായിരുന്നു. അങ്ങനെ ചാടി കളിക്കായിരുന്നു. ഓരോരുത്തർ ഒരു സൈഡിൽ പോയി കിടന്നു. അവിടെ എന്താ ചാടി കളിച്ചു. പിന്നെ വേറെ ഒന്നുമില്ല. അത്രയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഡയലോഗ് അടിച്ചത്, മാന്തല് അതങ്ങനെ എല്ലാരും അന്ന് ഇതൊക്കെ ഉണ്ട്, ട്രിപ്പ് പോയിക്കല്ലേ, എല്ലാരും അടിച്ചിരുന്നു. മാത്രം അടിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് എൻജോയ് ചെയ്ത് ഒറ്റയ്ക്ക് അടിച്ചു. ഓരോ സൈഡിലേക്ക് ഞങ്ങൾ ഒതുങ്ങി, ഞങ്ങളെ ചാട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടപ്പം വരുന്നത്. അതിന് ശേഷം ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ ഒറ്റയ്ക്ക് ചാടി കളിക്കുന്നത്. അതാണ് ഇവന്റെ ഒറ്റക്കുള്ള എൻജോയ്മെന്റ്. ഇവന് ഒറ്റക്ക് എൻജോയ്മെന്റ് അതൊക്കെ കഴിഞ്ഞു. വെയ്യ ഇവനെ ഞങ്ങള് കൊണ്ടുപോയി റൂമിലേക്ക്. അറിയോ, സ്വിമ്മിംഗ് പൂളിൽ ഒരറ്റത്ത് സാധനം ഗ്ലാസ് വെക്കും, ഗ്ലാസ് നിറച്ചു വെക്കും. എന്നിട്ട് അപ്പുറത്തോട് കയറി ഇപ്പൊ ചാടിയിട്ട് ഇപ്പൊ നീന്തി നിട്ടി വെള്ളം ഞങ്ങൾ പണ്ട് ഗോവ പോയപ്പോ വിട്ട കേസാണ്. അന്ന് വരാത്തോണ്ട് പിന്നെ ഇത് പുതുമായിരുന്നു. അതുകൊണ്ട് എൻജോയ്മെന്റ് എന്ന് പറയാണ്. എന്നിട്ട് റൂമിൽ പോയിട്ട് ഇപ്പൊ പിന്നെ ഡയലോഗുകൾ തുടങ്ങി. എൻജോയ് ഞാൻ മാത്രമായിട്ടുള്ള എൻജോയ്മെന്റ് പറയാണ്. അതിനിടയ്ക്ക് മറ്റേ വായന എന്തോ ഒരു മാന്തള കേസ്, മാന്തള കേസ്. അല്ല, നീ എപ്പോഴാ കടുക്കനട്ടെ? കടുക്കൻ